വീട്ടിലെ പൂക്കളാണ് പൊട്ടിക്കുന്നത്. ചെറിയ ചെറിയ പൂക്കളുകളാണ് നമ്മൾ പൊട്ടിക്കുന്നത്. പൂവ് ഇന്നലെ കഴിഞ്ഞില്ല, പല കളർ പൂവ് കിട്ടിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഓണത്തിൻ്റെ പൂക്കൾ പൊട്ടിക്കുന്നു. നമ്മുടെ മുറ്റത്തുള്ള പൂവാണ് കേട്ടോ പൊട്ടിക്കണേ. ഈ ചെടി നിന്ന് നമുക്ക് ഇത്രയും പൂവ് കിട്ടി. ഇത് നമ്മൾ ബഡ് റോസ് പൊട്ടിക്കുന്നത്. നമ്മൾ വേണോ സൈഡിലോടൊക്കെ ഉണ്ടോ? നമ്മുടെ ചെമ്പരത്തിപ്പൂ, നമ്മുടെ ഉള്ള പൂക്കളുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് വീട്ടിലെ പൂളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതല്ല പൊട്ടിക്കണോ? ഇല നല്ല ഭംഗിയുള്ള ഇലയാണ്. നമ്മൾ ഇലയും കുറച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇത്രയും പൂവായിട്ടുണ്ട്, ബാക്കിയുള്ള പൂ കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഓണാഘോഷത്തിനുള്ള പൂവുകൾ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടി. ഇത് നമ്മുടെ സിംഗപ്പൂർ മുല്ലയാണിത്. പൂവ് ഒത്തിരി ഉണ്ടായി വരുന്നുണ്ട്, പിടിച്ചിട്ടുള്ളൂ സിംഗപ്പൂർ മുല്ല. നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂക്കളിടാം. ഇതും കൂടി എടുക്കാം. വെള്ള ജമന്തിപ്പൂവ് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വെള്ളയും ഓറഞ്ച് ചെണ്ടുമല്ലിയും നിസ്സാരം കിട്ടിയുള്ളൂ. ചെണ്ടുമല്ലി ഓറഞ്ച് ചാലുകളിലൊക്കെ വേഗം വിറ്റ് തീർന്നു. പകൽ മേടിച്ച് വെക്കണ്ടായിരുന്നു. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടല്ലേ മേടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കത് തെറ്റില്ല, എല്ലാവരും തീർന്നു പൂക്കളൊക്കെ. പച്ച വട്ടിയാണ്. മഞ്ഞച്ചിട്ടുമല്ലി ഞങ്ങൾക്ക് ഒത്തിരി കിട്ടി. പൂവിനൊക്കെ നല്ല വിലയുണ്ട്, പണ്ടത്തെ വില തന്നെ. പൂക്കൾക്കൊക്കെ നല്ല ഡിമാൻഡാണ്. ഇത് നമ്മുടെ റോസാണ് കേട്ടോ. നമുക്ക് ചെടീൻ്റെ തന്നെ പൂവ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇടാറില്ലേ. ആ പൂവ് പറിച്ച് തന്നെ നമുക്ക് ഇവിടെ റോസപ്പൂവ്, നമ്മുടെ റോസപ്പൂ ഇടാൻ പറ്റി. പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും സ്വപ്നലോകം ചാനലുണ്ടല്ലോ, ആ ചാനലിലെ ഒരു രമേശൻ്റെ ഒരു സ്വപ്നലോകത്തിൽ അവളുടെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ സ്ഥിരം കാണുന്ന ഒരു വീഡിയോ ആണ്. അതിൽ പൂക്കളൊക്കെ പറിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ പൂക്കളും പൂവ് പറിച്ച് പൂക്കളൊക്കെ ഇടുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം നമുക്ക്.
അപ്പം അങ്ങനെ നമ്മുടെ പൂക്കളം ഞങ്ങളുടെയും നമ്മുടെ വീട്ടിലും കുറച്ച് പൂക്കളമൊക്കെ നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ റെഡിയായി. ഓണം വന്നു, മാവേലിയും വന്നു എന്ന് പറയാം. നമ്മുടെ ചെട്ടുമല്ലിയില്ലേ, മഞ്ഞ ചെട്ടുമല്ലി കൂടുതൽ വന്നിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇതിന് വെറുതെ ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് റൗണ്ടായിട്ട് എത്തിക്കാതെ വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ പൂവ്. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഉണ്ടോ, പൂക്കളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ എല്ലാവരുടെയും ഓണപ്പൂക്കളങ്ങളായിരിക്കും കാണാൻ പറ്റുക. നമുക്ക് പലതരത്തിലുള്ള പൂക്കളങ്ങൾ കാണാം, ഒക്കെ നമുക്ക് ആസ്വദിച്ചിരിക്കാം. കുറച്ച് ദിവസമായിട്ട് പൂക്കളങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ റെഡി ആയിട്ടാണ്. നല്ല ഭംഗിയിലേന്ന് നോക്കിയാൽ എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് കാണുന്ന വിചാരിക്കും. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഹാപ്പി ഓണം നേരുന്നു. ഈ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും മാവേലി വന്നിട്ടുണ്ടാവും അല്ലേ. പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കാം മാവേലി വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്പെഷ്യൽ ഹാപ്പി ഓണം എല്ലാവർക്കും. നമ്മുടെ ലാസ്റ്റ് ജമന്തി ബാലൻസ് ഞാൻ മഞ്ഞയിട്ട് നമുക്ക് പൂക്കളം ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ചെടികളും ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വപ്ന ലോകത്തിൽ അവളുടെ പറമ്പിൽ നിന്ന് ചെടിത്തോട്ടത്തിൽ നിന്ന് പൂക്കൾ പറിച്ച് ഭഗവാൻ ഇതൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൂക്കൾ നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തിൽ കണ്ടത്. നമ്മുടെ ചെടിയുടെ ഇലയിൽ ഒരു പച്ച ഞാൻ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. നമ്മുടെ ബഡ് റോസ്, നമ്മുടെ ഈ പൂവിൻ്റെ പേരൊന്നും കിട്ടില്ല, നമ്മുടെ ചെമ്പരത്തി, അങ്ങനെയൊക്കെ കുറച്ച് പൂക്കളാണ് നമ്മുടെ നാട്ടിലെ പൂവ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.